അൽഹംദുലില്ലാഹ്, ഏറെ സന്തോഷകരവും ശുഭകരവുമായ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പരിശുദ്ധ ഇസ്ലാമിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മതനിയമം അദ്ദേഹം ഒരു പൊതുവേദിയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. വളരെ കൃത്യമായ ഇസ്ലാമിൻ്റെ നയനിലപാട് അതാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കാലങ്ങളായി ഇസ്ലാമിക നിയമം അങ്ങനെ തന്നെയാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന അവകാശവും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ഏത് കാലത്തും പ്രസക്തമാണ്. ഇതിനെ വിമർശിക്കുന്ന വിഭാഗം കാലങ്ങളായി ഇസ്ലാമിനെ വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ആ പ്രസ്താവനക്കെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഇല്ലാത്ത അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളാത്ത നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങൾക്ക് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ യാതൊരു ആവശ്യമില്ലാത്ത ആ വിഷയത്തിൽ അവർ പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടു. അവിടെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമീയത്തുലമയുടെ അജയ്യനായ അമരക്കാരൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തുക്കോയ തങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ആ ഒരു ആശയത്തെ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ഏറെ സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാന്തപുരം വിഭാഗമാണെങ്കിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്ന സംസ്ഥയുടെ ആശയം ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ ഇന്നത്തെ ആ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പ്രസംഗം ഒന്ന് നമുക്ക് കേൾക്കാം. ഇപ്പം ചില ആളുകളൊക്കെ പറഞ്ഞു, ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളുടെ സംബന്ധിച്ച് ഒരു മതവിധി അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് ചിലരൊക്കെ പിന്തുണച്ചു എന്ന് പറഞ്ഞു. പിന്തുണച്ചാൽ പോരാന്ന് എനിക്ക് പറയണം, അത് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. അത് നടപ്പിൽ വരുത്താണ്ടല്ലോ അവരവരുടെ. അപ്പോൾ മതവിധി പല ഉസ്താദന്മാരും പറയും, അത് പറയുമ്പോൾ അതിൻ്റെ ഇതിലേക്ക് കൊഞ്ഞനം കാട്ടുകയല്ല വേണ്ടത്. അങ്ങനല്ലേ? ഇപ്പം എന്തെല്ലാം സമസ്തയുള്ള ജമീയത്തിൽ പല മതവിധികളും പറയും. അതിനൊക്കെ പരിഹസിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ഇവർക്കുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള അവരുടെ താല്പര്യത്തിനോട് ഒത്തുകൊണ്ട് വരുമ്പോൾ, കാരണം അവർ എതിർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും, ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി കൊണ്ട് ഉപയോഗിക്കപ്പെടാൻ പറ്റും ഈ ആയുധം എന്നുള്ള നിലക്ക് അതിനെ പിന്തുണച്ചു എന്ന് പറയാം. എനിക്ക് അവരോട് പറയാനുള്ള പിന്തുണച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ സമ്മേളനങ്ങളിലും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മതപണ്ഡിതന്മാർ പറയുന്ന വിധികൾ പൂർണ്ണമായും കൊണ്ടിട്ട് അംഗീകരിച്ചു കൊണ്ടിട്ട്, പ്രത്യേകിച്ച് ഇതുപോലുള്ള വിധികളൊക്കെ അത് സ്വീകരിച്ചു കൊണ്ടിട്ട് അത് നടപ്പിൽ വരുത്താനും കൂടി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. പിന്തുണച്ചു ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കെട്ടുറപ്പാണ് നമുക്കുണ്ടാകേണ്ടത്. അതേ പിന്തുണ തന്നെയാണ് സംസ്ഥകളുടെ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ അഭിവന്യനായ നേതാവ് സത്താർ പത്തലൂർ സാഹിബും ഈ വിഷയ സംബന്ധമായി കൊണ്ട് അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകളും സംസാരങ്ങളും നടത്തിയിട്ടുള്ളത്. അതൊന്നും നമുക്ക് ശ്രദ്ധിക്കാം. ചിന്തിക്കേണ്ട ഒരു കാര്യം, മതപരമായ വിഷയങ്ങൾ വരുന്ന സമയത്ത് മതകാര്യങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും. മതകാര്യങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ഉപദേശം കൊടുക്കും. അപ്പം മതപരമായ കാര്യങ്ങളിൽ പണ്ഡിതന്മാർ സമുദായത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുമെങ്കിൽ ആ ഉപദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ അതിനെ പരിഹസിക്കേണ്ട ആവശ്യമില്ല. അതിന് സമസ്തയുടെ കാര്യത്തിൽ മാത്രമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ ഏത് വിഷയമാണെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ, അത് സമസ്തയുടെ പണ്ഡിതന്മാരാവാം, അല്ലാത്ത പണ്ഡിതന്മാരാവാം, ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പറയാൻ ആ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ്. പണ്ഡിതന്മാർ അങ്ങനെ മതത്തിൻ്റെ വിധി പറഞ്ഞാൽ ആ വിധി സ്വീകരിക്കാൻ മതവിധി അംഗീകരിക്കുന്നവരെ ബാധ്യസ്ഥരുള്ളൂ. മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ അതിൽ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ, മതവിരുദ്ധരായ ആളുകൾ, മതനിഷേധികൾ അതിൽ വെറുതെ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അവർക്കതിൽ റോളില്ല. മതപണ്ഡിതന്മാർ ഉപദേശിക്കുന്നത് മതവിശ്വാസികളോടാണ്, മതനിഷേധികൾ ഉപദേശിക്കുന്നത് മതനിഷേധികളോടാണ്. അവരെ ഉപദേശിച്ചുകൊള്ളട്ടെ, അവരുടെ ഉപദേശം അങ്ങനെ സ്വീകരിച്ചുകൊള്ളട്ടെ. പിന്നെ മതപണ്ഡിതന്മാർ മതവിശ്വാസികളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്ന ഇസ്ലാമിനെ പ്രാകൃതമായിട്ടൊക്കെ ചിത്രീകരിക്കാൻ ആര് മുന്നോട്ട് വന്നാലും ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിരിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് സംഘടനാപരമായ വിവേചനം അവിടെ ഇല്ല. പ്രത്യേകിച്ച് സുന്നി പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പണ്ഡിതന്മാർ,
ആ സുന്നത്തെ ജമാഅത്തിന്റെ കാര്യത്തിലൊക്കെ അവർ ബിദായി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടാണ്, മതനിഷേധികൾക്കെതിരെ ഒറ്റക്കെട്ടാണ്. മതവിരുദ്ധമായി ഏത് താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും. അതുകൊണ്ട് മതപണ്ഡിതന്മാർ ഈ സമുദായത്തോട് എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ അത് സ്ത്രീയുടെ വിഷയത്തിലാണെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അങ്ങനെ ഇടപഴകാൻ അവസരമുണ്ടാക്കുന്ന പുതിയ പുതിയ രീതികളുടെ ഭാഗമായിട്ടാണെങ്കിലും മതപണ്ഡിതന്മാർ അവരുടെ വിശ്വാസികൾ ഉപദേശിക്കും. ആ ഉപദേശത്തെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതകൾ ആർക്കും ഭൂഷണമല്ല, അത് അവർക്ക് നഷ്ടമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് മതപരമായ കാര്യങ്ങൾ വിശ്വാസപരമായി കർമ്മപരമായി സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് മതത്തിന്റെ ഉത്തരവാദപ്പെട്ട പ്രാമാണികരായ പണ്ഡിതന്മാർ ഈ സമുദായത്തെ ഉപദേശിക്കും. ആ ഉപദേശം സ്വീകരിക്കാൻ സന്നദ്ധരായവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ തൃപ്തിയാണ്, അവർക്കത് സ്വീകാര്യമാണ്, അവർ അത് ആധികാരികമായ ഉപദേശമായിട്ട് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അവർ ആ സമയത്ത് വേണ്ട അളവിൽ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തും. അതിനെതിരെ ആര് ഉറഞ്ഞു തുള്ളിയിട്ടും കാര്യമില്ല. ഇസ്ലാമിക നിയമങ്ങൾ പറയാനുള്ള പണ്ഡിതന്മാരുണ്ട്. അത് ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഏതർത്ഥത്തിലുള്ള ആളുകളാണെങ്കിലും അവരുടെ എന്തെങ്കിലും ഭൗതികമായ ലാഭത്തിനപ്പുറം, അതിൻ്റെ ലാഭനഷ്ടങ്ങൾക്കപ്പുറം ഇസ്ലാമിനെതിരെ വരുന്ന ഏത് വിഷയത്തിലും ഇവിടെ ഒറ്റക്കെട്ടായി ഞങ്ങൾ സുന്നികൾ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ ഇരു പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാർ പ്രഖ്യാപിക്കുന്നതെങ്കിൽ വിശ്വാസികളാകുന്ന, അതിനെ അംഗീകരിക്കുന്ന അതിൻ്റെ അനുയായികൾക്ക് ഏറെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. ഈ നിലയ്ക്ക് നമ്മളെല്ലാ വിഷയത്തിലും സുന്നി സമൂഹം ഒന്നിച്ചു നിൽക്കണം. പ്രത്യേകിച്ചും നിരീശ്വര നിർമ്മിത വാദങ്ങളുമായും അതുപോലെ വഹാബി ആശയങ്ങളുമായി കടന്നു വരുന്ന എല്ലാ വിഭാഗത്തെയും ഈ സമൂഹത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ, അവരുടെ ആശയങ്ങളെ ആശയപരമായി കൊണ്ട് നേരിടാൻ സുന്നി സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നുള്ള വലിയ പ്രഖ്യാപനമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ശുഭകരമായ ഒരു വാർത്തയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു രണ്ട് വിഭാഗങ്ങൾക്കും പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയായ അഹ്ലുസുന്നത്തിന്റെ നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുന്ന എല്ലാ നേതാക്കളും